വീറും വാശിയും ഒത്തിണങ്ങിയ ആവേശ പോരാട്ടമാണ് കിളിമാനൂർ ഡിവിഷനിൽ ഇത്തവണ കാണാൻ കഴിയുന്നത്. ഇടത് ചായ്വ് നിലനിൽക്കുന്ന ഡിവിഷനിൽ സീറ്റ് നിലനിർത്താൻ LDF ശ്രമിക്കുമ്പോൾ യുവതാരത്തെ കളത്തിലിറക്കുകയാണ് UDF. വിദ്യാർത്ഥി രാഷ്ട്രീയ സമരങ്ങളിലെ പരിചിത മുഖവും കൂടിയായ GG ഗിരികൃഷ്ണനെയാണ് UDF കളത്തിലിറക്കുന്നത്. മനസ്സിനകത്ത് ഒരുപാട് വികസന സങ്കല്പങ്ങളുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ 15 വയസ്സ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചൊരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇതുവരെയുള്ള ജനപ്രതിനിധികളെ വിലയിരുത്തുമ്പോൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു, അവർക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള കുറേ ആശയങ്ങളുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കി ഒരു പുതിയ വികസന സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. എവിടെ പോകാനായിട്ടുള്ളതെന്ന് യമൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ കൂടെ പഠിക്കണ ഒറ്റയ്ക്കാണ്. അപ്പം പിന്നെ എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് ഈ യമൻ എന്നെ കൊടുക്കണേന്ന്, വേറെ ആർക്കും കൊടുക്കില്ല. സാധാരണ പോലെ ഇലക്ഷൻ പോസ്റ്ററിലൂടെ മാത്രം ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കാണുന്ന ഒരു രീതിക്ക് മാറ്റം വരും. ഞാൻ ഈ നാട്ടുകാരനാണ്. കിളിമാനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പൊതുപ്രവർത്തനം ആരംഭിച്ചവനാണ്. ഈ നാട്ടുകാർക്കൊക്കെ എന്നെ അറിയാം. ജയിച്ചാലും തോറ്റാലും ഇനിയും ഇവിടെ തന്നെ ഉണ്ടാകും. ഈ ജനതയുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇന്നലെ വരെ എങ്ങനെ നിന്നോ അതുപോലെ തന്നെ ഉണ്ടാകും. എനിക്കറിയാവുന്ന കിളിമാനൂർ ഇത്തവണ എനിക്കൊപ്പം UDFനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിജയിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നാടിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്? വികസനത്തെ പറ്റി വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുകൾ തന്നെയാണ് എനിക്കുള്ളത്. സാധാരണഗതിയിൽ ഏതൊരു ജനപ്രതിനിധിയും, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പോലെ വലിയ സാധ്യതകളുള്ള ഒരു ജനപ്രതിനിധി ആയാൽ പോലും ചെയ്യുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും കുറച്ച് റോഡുകൾ ടാർ ചെയ്ത് കൊടുക്കുക, 2 ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കുക, ഏതെങ്കിലും 2 സ്കൂളുകൾക്ക് കഞ്ഞിപ്പുര കെട്ടിക്കൊടുക്കുക, ഈ രീതിയിലുള്ള വികസനങ്ങൾ ഒതുക്കുകയാണ്. എന്നാൽ അടിസ്ഥാനപരമായ ജനങ്ങൾക്ക് നാളുകളിലേക്കും ഉപയോഗപ്പെടുന്ന രീതിയിലാകുക ഫണ്ടുകൾ ഉപയോഗിക്കുക എന്നതാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ. അപ്പം വിദ്യാഭ്യാസം ഒരു വികസനം, ഒരു നാടിൻ്റെ വികസനം ആരംഭിക്കുന്നത് ശരിയായ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെയാണ്. ഒപ്പം തൊഴിൽ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നതിലൂടെയും ഒക്കെയാണ് ഒരു വികസനത്തിൻ്റെ ആദ്യ ചുവടെന്ന് പറയുന്നത്. രാജാ രവിവർമ്മയുടെ പേരിൽ ഒരു ചിത്രരചന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുക, യൂണിറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടുകൂടി ഈ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്തുക, ഗ്രാമീണ റോഡുകൾ നടക്കാനും പറ്റുമെങ്കിലും ശരിയായ രീതിയിൽ വാഹന ഗതാഗതം ഉള്ളതല്ല. ഈ റോഡുകളെല്ലാം തന്നെ ശരിയായ വാഹന ഗതാഗതം ഉള്ള റോഡുകളാക്കി മാറ്റുക. ഈ രീതിയിൽ പറ്റാവുന്ന രീതിയിലുള്ള ഒരു വികസന സങ്കല്പങ്ങൾ എനിക്കുണ്ട്. ഞാൻ എൻ്റെ അഭ്യർത്ഥനയ്ക്കൊപ്പം എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു വികസന രേഖ പുറത്തിറക്കുന്നുണ്ട്. ഒപ്പം എൻ്റെ പേരിൽ ഔദ്യോഗികമായ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. കിളിമാനൂരിലെ പൊതുജനത്തിന്, കിളിമാനൂരിലെ യുവജനതയ്ക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതെല്ലാം തന്നെ പരിശോധിച്ച് കിളിമാനൂരിന് ഇണങ്ങുന്ന രീതിയിൽ, കിളിമാനൂരിനെ വികസിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾ ദൈവം സഹായിച്ചിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷത്തിനകത്ത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും കിളിമാനൂരിലെ ജനത എനിക്ക് അതിനൊരു അവസരം തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.